പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 എക്കണോമിക്സിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 16ാമത്തെ ചാപ്റ്ററിന്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ചാപ്റ്റർ, ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടാണ്. നമ്മൾ ഏകദേശം 7 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ അവതരിപ്പിച്ചു. ഇനി ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്, വലിയ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അതോടെ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ വലിയ ക്വസ്റ്റ്യൻ തീരും. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ള 2 ടെക്സ്റ്റ് ബുക്കും കൂടി മൊത്തം സിലബസിന്റെ 60% മാത്രമാണ് പബ്ലിക് എക്സാമിന് വരുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ 4 ചാപ്റ്ററാണ്, ബാക്കി വരുന്ന ചാപ്റ്ററൊക്കെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിലാണ് വരുന്നത്. ഏതൊക്കെ ചാപ്റ്ററാണെന്നുള്ളത് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പ്രാക്ടീസും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നൽകുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 ഫാക്ടേഴ്സ് വിച്ച് മേ അഫക്ട് പ്രൈസ് ഇലാസ്റ്റിറ്റി. ഏതെങ്കിലും 2 ഘടകങ്ങൾ പ്രൈസ് ഇലാസ്റ്റിറ്റിയും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിന്റെ ആൻസർ വരുന്നത് 1 നേച്ചർ ഓഫ് കമ്മോഡിറ്റി ആണ്, ഉൽപ്പന്നത്തിന്റെ പ്രകൃതം. 2 പ്രതിസ്ഥാപന വസ്തുക്കളുമാണ്. ഒരു സാധനത്തിന്റെ ഇലാസ്തികത അത് ആവശ്യ വസ്തുവാണോ, ആഡംബര വസ്തുവാണോ, സുഖഭോഗ വസ്തുവാണോ എന്നതിനെ ആശ്രയിച്ചാണ്. ആവശ്യ വസ്തുവാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവില്ല, വിലയും ഡിമാൻഡിൽ വരുന്ന മാറ്റങ്ങൾ വലിയ മാറ്റം ഉണ്ടാവില്ല. ആഡംബര വസ്തുവാണെങ്കിൽ ഉയർന്ന ഇലാസ്തികത, ആഡംബരം തന്നെ ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, അതിനൊക്കെ വിലയിൽ വല്ലാതെ മാറ്റം വന്നാൽ, വില ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് നല്ല മാറ്റം വരും. എന്നിട്ട് ഈ നിത്യോപയോഗ സാധനങ്ങളായ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫർണിച്ചർ, അതിലൊന്നും വലിയ എന്ത് വരില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ വരും, ആളുകൾ കൂടുതൽ വാങ്ങും. പക്ഷെ ആഡംബര വസ്തുവിനെ അപേക്ഷിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ ഇലാസ്തികത കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. 2 പറയുന്നത് പ്രതിസ്ഥാപന വസ്തുക്കൾ, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്. നമ്മൾ ടീ, കോഫി, ടീക്ക് പകരമായിട്ട് കോഫി ഉപയോഗിക്കാം, ഹോർലിക്സിന് പകരമായിട്ട് ബൂസ്റ്റ് ഉപയോഗിക്കാം, അതൊക്കെ പറഞ്ഞു. പ്രതിസ്ഥാപന വസ്തുക്കളുടെ ഡിമാൻഡ് ഇലാസ്തികത ചോദനമാണ്. എന്നാൽ പ്രതിസ്ഥാപന വസ്തുക്കളുടെ ഡിമാൻഡ് ഇലാസ്തികത അല്ലാത്തതാണ്. പ്രതിസ്ഥാപന വസ്തുക്കളാണെങ്കിൽ അവിടെ നല്ല മാറ്റം വരും. ചായപ്പൊടിക്ക് നല്ല വില കുതിച്ചു ഉയർന്നു കഴിഞ്ഞാൽ ചായപ്പൊടിയുടെ ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്, നല്ല മാറ്റം ഉണ്ടാവും. ചായ കുടിച്ച പല ആളുകൾ ഇതിലേക്ക് പോവുകയാണ്, കോഫിയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ഡിമാൻഡിന് നല്ല മാറ്റം ഉണ്ട്. അപ്പൊ അവിടെ ഇലാസ്തികത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. 2ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ പെർസെന്റേജ് ചേഞ്ച് മെത്തേഡ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ശതമാന രീതി ഉപയോഗിച്ച് വില ഇലാസ്തിക ചോദനം അളക്കുന്നത് എങ്ങനെയാണ്? ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനത്തെ വിലയിലുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട് ഹരിച്ചാണ് ഈ ചോദന വില ഇലാസ്തികത കണ്ടുപിടിക്കുന്നത്. അതായത് ചോദനത്തിന്റെ അളവിലെ മാറ്റത്തിന്റെ ശതമാനം മാറ്റം ഡിവൈഡ് ബൈ വിലയിലെ ശതമാനം മാറ്റം, അല്ലെങ്കിൽ ചോദനത്തിന്റെ അളവിലെ മാറ്റം ഡിവൈഡ് ബൈ ആദ്യ ചോദനത്തിന്റെ അളവ് ഇൻറ്റു 100. ആ കിട്ടിയ ആൻസറിന് വിലയിലുള്ള മാറ്റം ഡിവൈഡ് ബൈ ആദ്യ വില ഇൻറ്റു 100. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് Q ബൈ P ഇൻറ്റു P ബൈ Q ഇങ്ങനെ എഴുതാം. Q ബൈ P ഇൻറ്റു P ബൈ Q എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതി ചെയ്യാം. ഇപ്പൊ സാധനത്തിന്റെ വില രൂപയിലും ചോദനത്തിന്റെ അളവ് കിലോഗ്രാമിലും അളക്കുന്നത് കൊണ്ട് ഇലാസ്തികത മൂല്യം യൂണിറ്റ് ഇല്ലാതെ ഒരു നമ്പർ ആയിരുന്നു. ഇതുപോലെ വിലയും ഡിമാൻഡിന്റെ അളവും എതിർ ദിശയിൽ മാറുന്നതുകൊണ്ട് ഇലാസ്തികതയുടെ മൂല്യം ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. എന്നാൽ വില ഇലാസ്തികതയുടെ കേവല മൂല്യമാണ് എപ്പോഴും പറയാറ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ വേരിയസ് ഡിഗ്രി ഓർ ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി. വില ഇലാസ്തികതയുടെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്.
ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദനത്തിലുള്ള ശതമാനം വിലയുടെ മാറ്റത്തിന്റെ ശതമാനത്തേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വിലയിൽ 10% ചോദനത്തിൽ 30%. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം, പെട്ടെന്ന് മനസ്സിലാവും. ഇത് എക്സ് ആക്സിസ് വൈ ആണ്, ഇത് ഡിമാൻഡാണ്, ഇത് പ്രൈസ് ആണ്. ഓക്കെ, ഇപ്പൊ ഇത് യഥാർത്ഥ വിലയാണ്. പി നിന്ന് P1 മാറും. ഇത് Q ക്വാണ്ടിറ്റി ആണ്, Q1 നിന്ന് Q2 മാറും. ഇതിന് മാറ്റം നോക്കുക, വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വിലയിൽ ഒരു 5% മാറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. 5% കുറഞ്ഞ ഡിമാൻഡിൽ 10 എന്നാണ്. അപ്പോൾ വിലയേക്കാൾ കൂടുതൽ ഏതിനാണ് ഡിമാൻഡിൽ മാറ്റം വരുന്നത്. നമുക്ക് ഗ്രാഫായിട്ട് നമുക്ക് ചിത്രീകരിക്കാവുന്നതാണ്. വിലയിലുള്ള ശതമാനമാണ് 5% ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് 10%. അപ്പൊ വിലയേക്കാൾ കൂടുതൽ ഡിമാൻഡിന് മാറ്റം വരികയാണെങ്കിൽ അതിലാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിന്റെ ഇതിങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് വരുന്നത് ഇലാസ്റ്റികത >1. എങ്ങനെയാണ് ഇത് >1 വന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഡെൽറ്റ, അതായത് വിലയിലുണ്ടാകുന്ന മാറ്റം ഡിവൈഡ് ബൈ എന്താണ് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം എത്രയും നോക്കിയാൽ മതി. ഇപ്പൊ വിലയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 5%, മറ്റേത് എത്രയാണ്? 10%. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 5/10. 0.5 ആണ്. 0.5 എന്ന് പറയുന്നത് 1 ചെറുതാണ്. അപ്പൊ ഇലാസ്റ്റികത >1, 1 ചെറുതായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. വിലയിലുള്ള മാറ്റത്തേക്കാൾ കൂടുതൽ മാറ്റം ഡിമാൻഡിൽ വരികയാണ്. ഓക്കെ, അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇത് തിരിച്ചിട്ടും വരാം. ഓക്കെ, ആ തിരിച്ചിട്ട് വരുന്ന രീതിയും ഇതിൽ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് നേരെ ഓപ്പോസിറ്റ് എടുക്കണം. ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ വിലയിൽ നമ്മൾ ഒരു 10% പ്രൈസിന് P എന്നുള്ളത് P1 ആയി 10%. ക്വാണ്ടിറ്റി Q എന്നുള്ളത് Q1 ആയി. ഇവിടെ ഇതൊരു 5%. അപ്പൊ ആലോചിച്ചോളെ, വിലയിലുണ്ടാവുന്ന മാറ്റത്തേക്കാൾ കുറഞ്ഞ മാറ്റമാണിത് ഡിമാൻഡ്. അപ്പൊ ഇത് ഗ്രാഫായിട്ട് നമുക്ക് വരക്കാം. വിലയിൽ നല്ല മാറ്റമുണ്ട്, ഡിമാൻഡ് കുറവാണ്. ഇലാസ്റ്റിക് ഗ്രേറ്റർ ദാൻ 1. ഇത് കിട്ടുന്നത് ഇങ്ങനെയാണ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് 10 ഡിവൈഡ് ബൈ ഡിമാൻഡ് ഉണ്ടാകുന്ന 5 2ആണ്. അപ്പൊ ഇലാസ്റ്റികത ഗ്രേറ്റർ 1 കൂടുതലാണ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതൽ ഡിമാൻഡ് വരികയാണ്. ഓക്കെ, ഈ 2 തുല്യമാകുന്നത് അതാണ് യൂണിറ്റി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. 2 തുല്യം, വിലയും ഡിമാൻഡും ഒക്കെ തുല്യമാണ്. ഇത് P1 ആയി 10%. ഇവിടെ തന്നെ Q1 ആയി, അതും 10 ആണ്. അപ്പൊ നോക്ക് ഗ്രാഫിൽ രണ്ടും ഒരേ അളവിലാണ് മാറ്റം വരുന്നത് വിചാരിക്കും. അപ്പൊ ഇത് 10%, ഇത് 10%. ഡിമാൻഡ് നല്ല കുത്തനെ വരും. ഇലാസ്റ്റിക് ഡിമാൻഡ് ഈക്വൽ ടു 1 ആണ്. എന്ന് പറഞ്ഞാൽ 10/10 കറക്റ്റ് 1 ആണ്. വിലയിൽ 10% വർധന ഉണ്ടാകുമ്പോൾ ഡിമാൻഡിൽ 10% കുറവുണ്ടാകും. 2 ഒരേ ശതമാനമാണെങ്കിൽ അതിനാണ്
എന്താ പറയുക യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി വേറൊന്ന് പറയുന്നുണ്ട് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇവിടെ വിലയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം ഡിമാൻഡിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പൊ വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോഴത്തേന് ഇപ്പൊ വില എത്ര തന്നെയാണ് ഡിമാൻഡിൽ അനന്തരപരമായിട്ടുള്ള മാറ്റമാണ് വരുന്നത്. വില ചെറുതായിട്ട് മാറിയപ്പോൾ ഡിമാൻഡിൽ അനന്തരപരമായിട്ടുള്ള മാറ്റം. ആ മാറ്റത്തിന് പരിധിയില്ല. അവിടെ ഇലാസ്റ്റികത ഇൻഫിനിറ്റ് ആണ്, പരിധിയില്ല. വിലയിൽ ചെറിയൊരു അങ്ങനത്തെ ഒരു ഉൽപ്പന്നങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. വിലയിൽ ചെറിയ മാറ്റം ഡിമാൻഡിന്റെ അവസാനമില്ലാത്ത മാറ്റം, അതാണ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇനി നേരെ അടുത്തുണ്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വരുന്നുണ്ട്. വിലയിൽ എത്ര മാറ്റം ഉണ്ടെങ്കിലും ചോദനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. P1 ഒക്കെ ആയി P1 ആയി, പക്ഷെ ഡിമാൻഡ് ഇങ്ങനെ തന്നെ നിൽക്കണം. ഡിമാൻഡ് മാറ്റമില്ല. വില P1 ഒക്കെ ആയി, പക്ഷെ ഡിമാൻഡ് സ്ട്രൈറ്റ് ലൈനായി ഇങ്ങനെ നിൽക്കാം. വിലയിൽ എന്ത് മാറ്റം ഉണ്ടായാലും ഇവിടെ ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടായാലും വിലയിൽ മാറ്റമില്ല. ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടായാലും വിലയിൽ മാറ്റം ഇല്ലെങ്കിൽ അതിനെയാണ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ തിരിച്ചിട്ടാണ് വിലയിൽ മാറ്റം ഉണ്ടായാൽ ഡിമാൻഡിൽ മാറ്റം ഇല്ലാത്ത ഒരു ഇതാണ്. ഇത്തരം സാഹചര്യത്തിൽ ഇലാസ്തികത 0 ആയിട്ടാണ് വരുന്നത്. ഇലാസ്തികത = 0 ആയിട്ടാണ് വരുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇതോടെ നമ്മൾ ഈ ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ വരുന്ന 1 മാർക്കിന്റെ വിധ ക്വസ്റ്റ്യൻസ് ആൻസറാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാൻ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എല്ലാ വിഷയങ്ങളുടെയും മലയാളത്തിൻ്റെ ഗൈഡുകൾ ആവശ്യമുള്ള കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. യൂണിവേഴ്സിറ്റി SSLC +2 അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും മുഴുവൻ ഡിസ്ട്രിക്റ്റിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സാണ്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരും. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. 1 മാസം കൊണ്ടുള്ള SSLC പ്ലസ് നൽകുന്നതിന് 2 മാസം, 3 മാസം, 6 മാസം നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് ലീവിന് നാട്ടിൽ വരുമ്പോൾ എക്സാം എഴുതേണ്ട രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് ബോസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള SSLC +2 ഓൺലൈനായി വീട്ടിൽ തന്നെ പരീക്ഷ എഴുതുക, എവിടേക്കും പോകണ്ട, അതും നമ്മൾ നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.